ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്കെതിരെ നടപടി. ഇൻഡിഗോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ 22.2 കോടി രൂപ പിഴ ചുമത്തി. യാത്രികർക്കുണ്ടായ വ്യാപകമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായ വിമാന കമ്പനിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ വിലയിരുത്തിയ ശേഷമാണ് നടപടിയെന്ന് DGCA വ്യക്തമാക്കി. ഡിസംബർ 3 മുതൽ 5 വരെയുള്ള കാലയളവിൽ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ നടപടി അന്വേഷിക്കാൻ DGCA 4-അംഗ സമിതി രൂപീകരിച്ചിരുന്നു. ഇപ്പോൾ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ ഇൻഡിഗോയ്ക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇൻഡിഗോ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ 22.2 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. യാത്രക്കാർക്കുണ്ടായ വ്യാപകമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായ വിമാന കമ്പനിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകൾ വിലയിരുത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 3 മുതൽ 5 വരെയുള്ള കാലയളവിൽ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ നടപടി അന്വേഷിക്കാൻ DGCA 4-അംഗ സമിതിയൊക്കെ രൂപീകരിച്ചിരുന്നു. ഇപ്പോഴിതാ പിഴ ചുമത്തിയിരിക്കുകയാണ്. 22.2 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിലാണ് ഇൻഡിഗോയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. കൂട്ടത്തോടെ വിമാനങ്ങൾ റദ്ദാക്കിയ സംഭവത്തിൽ വിമാന കമ്പനിയായ ഇൻഡിഗോയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. ഇൻഡിഗോയ്ക്ക് 22.2 കോടി രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത്. യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്കും ഇതിന് കാരണമായ വിമാന കമ്പനിയുടെ പ്രവർത്തനത്തിലെ വീഴ്ചകളും ഒക്കെ വിലയിരുത്തിയ ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തിരിക്കുന്നത്. ഡിസംബർ 3 മുതൽ 5 വരെയുള്ള കാലഘട്ടത്തിൽ സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയ നടപടി അന്വേഷിക്കാൻ DGCA 4-അംഗ സമിതിയൊക്കെ രൂപീകരിച്ചിരുന്നു. തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയ സംഭവത്തിൽ ഇൻഡിഗോയ്ക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. 22.2 കോടി രൂപ പിഴയാണ് ചുമത്തിയിരിക്കുന്നത്.